do it. Asha Kendram, home for the terminally ill destitutes. Destitute ആരുമില്ലാത്തവരെ എടുക്കുകയുള്ളൂ. 184 സ്ത്രീകളും 44 പുരുഷന്മാരും ആശാകേന്ദ്രത്തിൽ മരിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം ഞങ്ങൾ മരണത്തിന് മുമ്പുള്ള ചികിത്സയും കെയറും എല്ലാം സിസ്റ്റേഴ്സ് കൊടുത്തു. മരിച്ച അപ്പം ആ സമയത്ത് ഇവിടെ പള്ളിയില്ല. ഞങ്ങൾ മെഡിക്കൽ കോളേജ് KK റോഡിലായിരുന്നപ്പം, പഴയ ഡിസ്ട്രിക്ട് ആശുപത്രി ആയപ്പോൾ ഞങ്ങൾ പഴയ സെമിനാരിൽ എൻ്റെ അമ്മയ്ക്ക് എന്നും കുർബാന അനുഭവിക്കണമെന്നൊക്കെ വലിയ നിർബന്ധമാണ്. കൊണ്ടുപോയി ഞാൻ പഴയ സെമിനാരിൽ പോയി. എന്നാൽ അച്ഛൻ പറഞ്ഞ അച്ഛനും എൻ്റെ ഓർമ്മ, ഞങ്ങളവിടെ സ്റ്റുഡൻസ് ആയിരുന്നപ്പോഴേ ഡോക്ടർ എല്ലാ ദിവസവും ഞായറാഴ്ച കുർബാനയ്ക്ക് വരും. അമ്മയെ പിടിച്ചോണ്ട് കുർബാന അനുഭവിക്കാൻ കൊണ്ടിരുന്നതാണ് എൻ്റെ ആദ്യത്തെ. ബേബി വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമായി. എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞ ഈ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പം, ആർപ്പുക്കര ഞങ്ങൾ 70 ഇങ്ങോട്ട് മാറി. അന്നേരം ഒത്തിരി പേര് വരും ഇവിടെ നിന്ന്. ഈ മൂവാറ്റുപുഴ, ഇടുക്കി, കോതമംഗലത്തിൽ നിന്നൊക്കെ രോഗികൾ ഇവിടെ വരും. അവർക്ക് ആവശ്യങ്ങൾക്ക് ആരുമില്ല. അച്ഛന്മാരോടൊക്കെ പറഞ്ഞ് അവർ ഒന്നിൽ പഴയ സെമിനാരി അല്ലെങ്കിൽ ഏരിയയൊക്കെ എത്തിയിട്ടില്ല. അവിടെ നിന്നൊക്കെ ആളുകൾ അവരാരും വരികയില്ല. അന്ന് മർത്തോമായിലെ ഒരു അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു, ഡാളിയച്ഛൻ. ഡാളിയച്ഛനും ഞാനും വലിയ പരിചയക്കാരാണ്. ഡാളിയച്ഛന് പറയും നമ്മുടെ രോഗികൾക്ക് ഇങ്ങനെ ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറയും. ഡാളിയച്ഛൻ പോയി മരിക്കുന്നതിന് മുമ്പ് പോയി പ്രാർത്ഥിക്കും, അതിന് മുമ്പ് പോയി കാണും. അങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ ഞാൻ പള്ളി വെക്കണമെന്നൊരാഗ്രഹം എനിക്ക് തോന്നി. ആ സമയത്ത് കോട്ടപ്പറമ്പിൽ പാപ്പൂട്ടൻ വലിയ ഗൃഹസ്ഥനാണ്, ഭാവകൃഷിക്കാരൻ, വലിയ ഭാവകൃഷിക്കാരൻ. അന്ന് സഭ ഒന്നായിരിക്കുന്ന സമയത്താണ്. പാപ്പൂട്ടൻ ഇവിടെ ഇങ്ങനെ വരും. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, നമുക്കൊരു സ്ഥലം വാങ്ങിക്കണം, അതിനെ ഒന്ന് കണ്ട് വല്ലതും ചെയ്യാമെന്ന് ചോദിച്ചു. ആട്ടെ ഡോക്ടർ, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് പുള്ളി ചെക്കപ്പിന് വന്നപ്പം പറഞ്ഞു, മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ 21 സെൻറ്റ് സ്ഥലം എനിക്കുണ്ട്, അത് മകന് വേണ്ടി വാങ്ങിച്ചതാ, പള്ളിക്ക് തരാം, ഒന്നും തരണ്ട, 1 വർഷത്തിനും പള്ളി പണിയിച്ച് തരണം. അത് വലിയ ന്യൂസായി. 4 കാശ് മെഡിക്കൽ കോളേജിനടുത്ത്. അന്ന് പാറട്ടെ തിരുമേനിയാ, കോട്ടയം ഇടവക. അത് കഴിഞ്ഞ് ഞാൻ ഒരു ചെറിയാനച്ഛനുണ്ടായിരുന്നു, ഇതിൻ്റെ സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനോടും തിയോഫിലിസ് തിരുമേനിയോടും ഒക്കെ പറഞ്ഞു. പെട്ടെന്ന് പാറട്ടെ തിരുമേനി 1 ലക്ഷം രൂപ കൊടുത്തു. അന്നേരം വെള്ളാപ്പള്ളി, അലക്സ് വെള്ളാപ്പള്ളി ആയിട്ട് എൻ്റെ പേഷ്യൻ്റാണ്. പുള്ളി അത് ഇതുപോലെ തന്നെ ആ 1 വർഷം കൊണ്ട് പണി തീർത്തു. അതിന് പണം പിരിച്ചത് ഇവിടെ വെച്ച് പല മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. KC ഉണ്ണുണ്ണിച്ചായൻ, കുറ്റികളത്തെ കുരിച്ചാൻ, പടിഞ്ഞാറക്കര PC എബ്രഹാം, ഇവരെയൊക്കെ കൂട്ടി ഇവിടെ വെച്ച് മീറ്റിംഗ് നടത്തും. അന്നേരം നമ്മുടെ ഗ്രിഗോറിയസ് തിരുമേനിയും ആ സമയത്ത് ഇവിടെ അച്ഛനായില്ലായിരുന്നു. ആ സമയത്ത് തിരുമേനിയും വരുമായിരുന്നു. അങ്ങനെ പണം പിരിച്ചു. സ്റ്റുഡൻസ്, ഒന്ന് ജോർജ് ചെറിയാൻ, ഇപ്പം ഡോക്ടറാണ്. ഇവിടെ പള്ളിയില്ല എന്നൊരു സമയത്ത് ഞാനും ജോഷുവാച്ചനും ഞങ്ങൾ തമ്മിൽ കൽക്കട്ടയിൽ ജോഷുവാച്ചൻ പഠിക്കാൻ വന്ന സമയത്ത് ഞാൻ അവിടെ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ വെച്ച് പരിചയമുള്ള. അതെ, അങ്ങനെ ജോഷുവാച്ചനായിട്ട് പരിചയമായിരുന്നു. ഞാനും ജോഷുവാച്ചനും കൂടെ
നടന്ന് മാവേലിക്കരയും ഒക്കെ പോയി കാശ് പിരിച്ചിട്ടുണ്ട് സ്കൂളിൽ ഈ ചാപ്പലിന് വേണ്ടി. ജോൺ സാറിൻ്റെ കുറിച്ചിയിലെ ജോൺ സാറിൻ്റെ മകളും വന്നു. പിന്നെ വേറെ അപ്പു തോമസിൻ്റെ ഭാര്യ മരിച്ചുപോയ പുള്ളിക്കാരിത്തിയും നടന്ന് കാശ് പിരിച്ചു. ഏതായാലും പള്ളി ഭംഗിയായിട്ട് പോയി. ഞങ്ങൾക്ക് വലിയ സന്തോഷം. എല്ലാവരും വന്നു. ചെറിയനച്ഛനായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് പലരും വന്നു. കൂറിഡോസ് തിരുമേനി, ഇപ്പോഴത്തെ ബോംബെ തിരുമേനി അന്ന് അച്ഛനായിരുന്നു. കൊല്ലാട്ടെ അച്ഛൻ വരുമായിരുന്നു. പലരും വന്നു. അങ്ങനെ ഈ പള്ളി നല്ല വിധത്തിൽ പോയി. പിന്നെ ഈ ക്യാമ്പിൻ്റെ കാര്യം, ഞങ്ങൾ പുത്തമ്പ്രത്തെ തിരുമേനി കാലം ചെയ്ത ശേഷം ഞാൻ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ്, മെഡിക്കൽ ക്ലിനിക്ക് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. റോട്ടറി ക്ലബിൻ്റെ പണം ഞാൻ ക്ലബ് മെമ്പറായിരുന്നു, കിട്ടി. അവിടെ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് ഞാൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജൂനിയർ ഡോക്ടേഴ്സും ആയിട്ട് കാറേ പോവും. അവിടെ 3 മണിക്ക് ഇരുന്ന് 6 മണി വരെ കാണും. എല്ലാ രോഗികളെയും കാണും, ചികിത്സിക്കും. ആഴ്ച തോറും എല്ലാ ഞായറാഴ്ചയും പോയിക്കൊണ്ടിരുന്ന അവരെല്ലാം വലിയ ഡോക്ടർമാരായിപ്പം. ഒരു പൈനി എന്നും പറഞ്ഞൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പം തൃശ്ശൂർ വലിയ കോളേജ് ആശുപത്രിയുടെ ചീഫാണ്. അങ്ങനെ പലരും വന്നു. ഞങ്ങൾ ആ ക്ലിനിക്ക് 1.5 വർഷം കഴിഞ്ഞപ്പം ഒരു ലേഡി ഡോക്ടർ അവിടെ താമസിക്കാൻ വന്നു അഭയഭവനിൽ. അന്നേരം പിന്നെ പുള്ളിക്കാരിത്തിയായത് നടത്തിയത്. ഞങ്ങളങ്ങി പോന്നു. അങ്ങനെ ഒരു പരിചയമുണ്ട്. പിന്നെ ഒത്തിരി ക്ലിനിക്കുകൾ നടത്തിയിട്ടുണ്ട്. പലയിടത്തും ഗവൺമെൻറ് ഇരുന്നപ്പോൾ ക്യാമ്പ് നടത്തും. രാവിലെ ചെല്ലും, ഉച്ചയ്ക്ക് തീരുന്നു പോരും. പിന്നെ ഈ സമയത്ത് ഞാൻ 1982 83 റോട്ടറി ക്ലബ് പ്രസിഡൻ്റായിരുന്നു. അപ്പം എനിക്ക് ഈ ഗ്രിഗോറിയസ് ചാപ്പലിൽ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ പോയി, ഈ ഇറ്റ് വാസ് എൻ ഇയർ ഓഫ് ദ ഏജ്ഡ്. അവിടെ വെച്ച് എന്നെ ദൈവം തോന്നിച്ചു, ഇവർക്ക് ഒരു താമസിക്കാനുള്ള, പാവപ്പെട്ടവരെ താമസിപ്പിക്കാനുള്ളൊരു വല്ലതും വരണമെന്ന് എനിക്ക് അങ്ങനെ തോന്നി. അന്ന് ഒരു ക്ലേറി അച്ഛനായിരുന്നു കുർബാന ചൊല്ലിയത്. അച്ഛനുമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ ഒത്തിരി സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. വർഗീസ് ക്ലേറി. അത് കഴിഞ്ഞ് ഞാനിത് റോട്ടറി ക്ലബ്ബിൽ പറഞ്ഞു. റോട്ടറി ക്ലബ്ബുകാർ പറഞ്ഞു ഈ പ്രസ്ഥാനമൊന്നും ഇവിടെ നടക്കുകയില്ല, എല്ലാ പ്രസിഡന്റന്മാർക്കും വല്ലതൊക്കെ ചെയ്യണം. അതിന് ചെറിയ ആയിരിക്കും, പിള്ളേരെ പഠിപ്പിക്കുക, ബോർവെൽ കുത്തി കോളനികൾക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രസ്ഥാനങ്ങൾ. ഇതൊരു ജൈജൈൻറ്റിക് ഇടപാടാണ്, ഇവിടെ നമ്മുടെ ക്ലബിനെ കൊണ്ട് നടക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എന്തു ചെയ്തു, എൻ്റെ മനസ്സിൽ ഇത് ചെയ്യണമെന്ന് നിർബന്ധമായി. ഞാൻ ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. റോട്ടറി ക്ലബിൽ എന്നെ അനുകൂലിക്കുന്നവരും പബ്ലിക്കും. ആ മീറ്റിങ്ങിൽ മനോരമയിലെ തമ്പാൻ മിസ്റ്റർ മാമൻ വർഗീസ് വന്നു. പുള്ളി എന്നോട് പറഞ്ഞു നമുക്കിത് നടത്താം, ബുദ്ധിമുട്ട് വരികയില്ലെന്ന് പറഞ്ഞു. ഞാനും തമ്പാനും ഞാൻ പോയി പിന്നത്തെ ക്ലബിൽ ഇത് പ്രസൻറ്റ് ചെയ്ത് ഞങ്ങളെ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. സ്ഥലം വാങ്ങിച്ചു. അത് ഞങ്ങളുടെ പള്ളിയിലെ വലിയ ഒരു ആരാധകനായിരുന്നു ജോസഫ് ചേട്ടൻ സ്ഥലം കണ്ടു. പിന്നെ സിറിയക്ക് വെള്ളാപ്പള്ളി ആർക്കിടെക്റ്റായിരുന്നു. ഞാനും മനോരമയിലെ തമ്പാനും TD ജോയ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ നടന്ന് കാശ് പിരിച്ചു.
കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഇവിടുന്നൊക്കെ കാശ് പിരിച്ചു. അങ്ങനെയാണ് ഈ ആശാകേന്ദ്രം സ്ഥാപിച്ചത്. എനിക്ക് സിസ്റ്റർ മറിയമായിട്ട് വെല്ലൂർ വെച്ചുള്ള പരിചയം വെച്ചിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകണമല്ലോ. മറിയത്തിനെ പിടിച്ച് മദർ ജനറലിനെ കണ്ടു, സിസ്റ്റർ ഹന്ന. അങ്ങനെ ഈ ആശാകേന്ദ്രം നടത്തി 1985 അത് തുടങ്ങി. കരുണാകരൻ മന്ത്രിയായിരുന്നു, ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഞാൻ മാത്തുക്കുട്ടിച്ചായനോട് പറഞ്ഞു അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കണം നമ്മുടെ ഇനോഗ്രേഷന്, ഫൗണ്ടേഷൻ സ്റ്റോൺ. അങ്ങനെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടാനായിട്ട് കരുണാകരനും ഹെൽത്ത് മിനിസ്റ്ററും വന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് മാത്തുക്കുട്ടിച്ചായൻ പറഞ്ഞു, ഈ ആശാകേന്ദ്രത്തിൻ്റെ മുകളിൽ ഒരു 40 സെൻറ്റ് സ്ഥലം മെഡിക്കൽ കോളേജിൻ്റെ ഉണ്ട്, ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരു 9 സെൻറ്റ് സ്ഥലമുണ്ട്, 40 സെൻറ്റ് സ്ഥലം പകുതി വിലയ്ക്ക് ഞങ്ങൾ എടുക്കാം, ഇത് 9 സെൻറ്റ് വെറുതെ തരണമെന്ന് പറഞ്ഞു. അത് കരുണാകരൻ അന്നേരം ഹെൽത്ത് മിനിസ്റ്ററോടൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു 9 സെൻറ്റ് ഇപ്പോഴേ തന്നിരിക്കുന്നു വെറുതെ, മറ്റേത് എനിക്ക് ഗവൺമെൻറ്റിൽ മറ്റുള്ള മന്ത്രിസഭയിൽ കൂടെ പാസ്സാക്കിയെങ്കിൽ തരാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ റെസൊല്യൂഷനും ഇവിടുത്തെ പ്രൊസീഡിങ്സും ഒക്കെ ഗവൺമെൻറ്റിന് അയച്ചപ്പം ഗവൺമെൻറ്റിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഗവൺമെൻറ് വസ്തുക്കളൊന്നും നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അന്ന് PJ ജോസഫ് എന്ന് പറഞ്ഞ ആളായിരുന്നു റവന്യൂ മിനിസ്റ്റർ. പുള്ളിയുടെ PA ഞങ്ങളുടെ ഇവിടെ മെഡിക്കൽ കോളേജിൽ ജോലിയിലിരുന്ന ഒരാളാണ്. പുള്ളിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ആ 9 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വെറുതെ കിട്ടി, അവിടെ കിടപ്പുണ്ട്. ആശാകേന്ദ്രം ഞങ്ങൾ പണിയിച്ചു. അതിനകത്ത് ഈ വർഷങ്ങളിൽ മൊത്തം ഞങ്ങൾ ഈയിടയ്ക്ക് ഒരു കണക്കെടുത്തു, 184 സ്ത്രീകളും 44 പുരുഷന്മാരും ആശാകേന്ദ്രത്തിൽ മരിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം ഞങ്ങൾ മരണത്തിന് മുമ്പുള്ള ചികിത്സയും കെയറും എല്ലാം സിസ്റ്റേഴ്സ് കൊടുത്തു. മരിച്ചവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഒന്നുകിൽ കാത്തലിക് ചർച്ചിൽ അല്ലെങ്കിൽ ഏരിയ കത്തീഡ്രലിൻ്റെ അവിടുത്തെ സെമിറ്ററിയിൽ അടക്കി, ഹിന്ദുസിനെ കൊണ്ടുപോയി ക്രിമേറ്റ് ചെയ്തു. അത് അങ്ങനെ ഒരു വലിയ സന്തോഷം. ഇത്രയും പേരെ അവിടെ നമുക്ക് ഒരു കുഴപ്പം കൂടാതെ ഞങ്ങൾക്ക് വി ആർ ഏബിൾ ടു ഡു ഇറ്റ്. ആശാകേന്ദ്രം ഹോം ഫോർ ദ ടെർമിനലി ഇൽ ഡെസ്റ്റിറ്റ്യൂട്ടിന് ആരും ഇല്ലാത്തവരെ എടുക്കുകയുള്ളൂ. അതായത് മരിച്ചു കഴിഞ്ഞിട്ടും സോക്കേട്ട് കിടക്കുമ്പോഴും റിലേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ റൊട്ടീനെല്ലാം തെറ്റും. അതുകൊണ്ട് ആരും ഇല്ലാത്തവരെ മാത്രം. ഇപ്പം 9 പേരുണ്ട് ഇപ്പം. അത് പെരുന്നാട് ബഥനിയിലെ സിസ്റ്റേഴ്സ് ആണല്ലോ ആദ്യം മുതലേ നടത്തുന്നത് അല്ലേ? ബഥനിയിലെ സിസ്റ്റേഴ്സ് ആണ് ഇത് റൺ ചെയ്യുന്നത്. ആ സിസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. ബഥനി കോൺവെന്റ് നിന്ന് പോയി കഴിഞ്ഞാൽ ഇതും ബുദ്ധിമുട്ട് വരും. വലിയ സേവനം. നമുക്ക് ഒരു കാര്യം കൂടെ, ഈ പാമ്പാടി തിരുമേനിയായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ. ആദ്യകാലത്തെ ഒന്ന് പറഞ്ഞിരുന്നു. തിരുമേനിയെ പിന്നെ ഇടയ്ക്ക് കാണുമായിരുന്നല്ലോ. തിരുമേനി പ്രായമായപ്പോഴേ ഇടയ്ക്ക് പിന്നെ മെഡിക്കൽ അന്വേഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോകുമായിരുന്നല്ലോ. ഞാനായിരുന്നു തിരുമേനിയെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നതും. തിരുമേനി മരിക്കുന്നതിന് മുമ്പ് 2-3 ആഴ്ച കിടപ്പിലായിരുന്നു. ഞാനിവിടെ ജോയിൻ ചെയ്ത ശേഷം ഞാൻ ദിവസവും വൈകുന്നേരം അവിടെ പോകും, പൊത്തമ്പലത്ത് പോകും. അങ്ങനെ മരിക്കുന്ന ദിവസം വരെ അവിടെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അതെല്ലാം കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. മെത്രാച്ചന്മാരെല്ലാം ഞാൻ ചികിത്സയിലായിരുന്നു. ഇവിടെ എല്ലാവരും എൻ്റെ അക്കാലത്ത് ആരും ഇല്ലായിരുന്നു കാർഡിയോളജിസ്റ്റ്. ഇവിടെ എല്ലാവരും അതെ അതെ. അങ്ങനെ ഒരു വലിയ സന്തോഷമായിരുന്നു. എൻ്റെ പാമ്പാടി തിരുമേനിയെ കുറിച്ച് നമ്മളിപ്പോൾ നേരത്തെ ഡോക്ടർ കക്ഷിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കക്ഷി കൂടാതെ മതം കൂടാതെ എല്ലാവരും ബഹുമാനിച്ചിരുന്ന ആളല്ലേ പാമ്പാടി തിരുമേനിയെ? അതെ, എല്ലാവർക്കും ഒരുപോലെ
പോലെ. അതെ അവിടെ കക്ഷിയൊന്നുമില്ല. സന്തോഷമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഡോക്ടർ ഇവിടെ വരും, കുർബാനയ്ക്ക് 2 പേരും വരും. അപ്പൊ എന്റെ ഒരു ഓർമ്മ പഴയ സെമിനാരിൽ വെച്ച് അമ്മയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോലെ ബേബി കൊച്ചമ്മയ്ക്ക് അല്പം ശാരീരികമായ പ്രയാസങ്ങളൊക്കെ വരുമ്പം പുള്ളിക്കാരത്തി ഇങ്ങനെ കൂട്ടുകെട്ട് വരുന്നത് എന്റെ മനസ്സിലുണ്ട്. പിന്നെ ഡോക്ടർ വലിയ സമാധാനകാംക്ഷിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, സഭ ഒന്നായിരിക്കുമ്പോഴത്തെ ആ ഒരു അനുഭവം ഡോക്ടറുടെ മനസ്സ് നല്ലവണ്ണമുണ്ട്. അതുകൊണ്ട് എപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, ഈ പുതിയ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴേ എന്തെങ്കിലും തരത്തിലൊരു അനുരഞ്ജനമോ സമാധാനമോ ഒക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഈ മോസ്കോയിലെ ഒരു വേൾഡ് കോൺഗ്രസ് ഓഫ് കാർഡിയോളജി നടത്തുന്നുണ്ട്. എനിക്കതിന് പോകണമെന്ന് തോന്നി. അന്നേരം ആ രജിസ്ട്രേഷൻ എനിക്ക് എൻ്റെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ അധികം നാളില്ല, ഒരാഴ്ച കൊണ്ട് കൊടുക്കണം. പണം കാലത്ത് അയച്ചു കൊടുക്കാനും പ്രയാസം. ഞാൻ ജോഷുവ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അത് നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊന്ന് പറയാമോ, അത് തിരുമേനി പോകുമ്പം ഞാനതിൻ്റെ കാശ് കൊടുത്തു വിടാം, തിരുമേനി അവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യിക്കുകയാണോ എന്ന്. അന്നേരം ജോഷുവ അച്ഛൻ പറഞ്ഞു, ലെറ്റ് us see, തിരുമേനി മേ ടേക്ക് യു ഓവർ ദെയർ എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ ഞാൻ പോയി കണ്ടു. ഞാനും കണ്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു എഴുത്ത് വന്നു. ഹിസ് ഹോളിനെസ് പേട്രിയാർക്ക് ഓഫ് റഷ്യ ഹാസ് പ്ലഷർ ഇൻ ഓഫറിംഗ് visiting project for you to see all the churches in Russia and to attend the World Congress of Cardiology. The church will look after you. അവിടെ ചെന്ന ശേഷം 15 ദിവസം ഏറ്റവും വലിയ ഹോട്ടൽ റസിയായി താമസിച്ചു. എപ്പോഴും ഒരു കാറും ഒരു ഇൻ്റർപ്രറ്ററും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ലെനിൻഗ്രാഡിലെല്ലാം കൊണ്ടുപോയി സകലതും കാണിച്ചു. കീവിലൊക്കെ പോയത് ആ കാലത്ത്. അത് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒറ്റ സഹായത്തിലാണ് അത് സാധിച്ചല്ല. ഇത് ഒരിക്കലും ഉണ്ടാകില്ല. 15 ദിവസത്തെ ഹോളിഡേ പെയ്ഡ് ബൈ ദ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്. അത് 1981-82 ആ കാലത്താണ്. സോവിയറ്റ് പീരീഡ് ആണ്. അപ്പം അവിടെ വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടമാണ്. ഈ സമാധാന പ്രവർത്തനങ്ങളൊക്കെ ആന്റി ന്യൂക്ലിയർ പ്രസ്ഥാനത്തിനൊക്കെ തിരുമേനി ലീഡർഷിപ്പ് കൊടുത്ത ഒരു സമയമാണ്. അതുകൊണ്ടത് തീർച്ചയായിട്ടും അന്ന് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുമായിട്ടും റഷ്യക്കാർക്ക് നല്ല ഇവിടെ പാത്രികേസുമാർ 2-3 പേര് ആ സമയത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തതിന് ദൈവം അനുഗ്രഹിച്ചതായിട്ടാണ് ഞാൻ തോന്നുന്നത്. ഇതെല്ലാം ഇതൊക്കെ സാധിക്കുകയും ജോഷുവ അച്ഛനായിട്ട് പരിചയപ്പെടുകയും ഇങ്ങനെ ഇതൊക്കെ ഗ്രിഗോറിയോസ് തിരുമേനിയുമായിട്ട് പരിചയമായി. ഈ പാമ്പാടി തിരുമേനിയെ കാണുമ്പോഴേ എന്താ പ്രത്യേകിച്ച് തോന്നിക്കൊണ്ടിരുന്നു എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? പാമ്പാടി തിരുമേനിയായിട്ടുള്ള ആ ബന്ധത്തിലെ എന്തെങ്കിലും പ്രത്യേകിച്ച് പിന്നെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സംഗതി എന്തെങ്കിലും പറയാനുണ്ടോ? തിരുമേനിയുടെ സ്വഭാവത്തെ കുറിച്ചോ തിരുമേനിയുടെ രീതിയെ കുറിച്ചോ? തിരുമേനി എല്ലാം ഞങ്ങളെല്ലാം കൊച്ചുപിള്ളേരായിട്ടാണ് പ്രായമായിട്ട് കണ്ടാലും തിരുമേനി ആ വിധത്തിലാണ് ഞങ്ങളെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് വലിയ സ്നേഹത്തിലും വല്ലതും തരണമെന്നുള്ള ആഗ്രഹവും ഒക്കെ. സോക്കറ്റ് കിടക്കുന്നിടം വരെ ഞാൻ എപ്പം ചെന്നാലും വലിയ നല്ല വിധത്തിൽ എന്നെ സ്നേഹിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഗ്രേറ്റ് പേഴ്സൺ.